Hello students. In നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഇതാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അതിൽ തന്നെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കണ്ടിന്യൂറ്റി ആണ്. കണ്ടിന്യൂറ്റിയുടെ ഒരു ഗ്രാഫിക്കൽ മീനിങ് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് താഴെ രണ്ട് ഗ്രാഫ് വരച്ചിരിക്കുന്നത്. ഇനി അതല്ലാതെ ഇൻ ടേംസ് ഓഫ് കണ്ടിന്യൂറ്റി നമുക്ക് എങ്ങനെ അതിനെ തിയററ്റിക്കലി പറയാം, അതുപോലെ എന്താണ് അതിന്റെ മീനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡീൽ ചെയ്യുന്നത് എക്സസൈസ് 5.1 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കൂടെയാണ്. അപ്പൊ നിങ്ങൾ ആ ഗ്രാഫ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിസിൽ ഞാൻ എക്സ് വാല്യൂസ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, വൈ ആക്സിസിൽ വൈ വാല്യൂസ്, വൈ തന്നെയാണ് എഫ് ഓഫ് എക്സും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി എക്സിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് 2, 2. ഈ രണ്ട് ഗ്രാഫ് കമ്പയർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുമിച്ച് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നുള്ള പോയിന്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ബ്രേക്ക് ഒന്നുമില്ല, സ്മൂത്ത് ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഫംഗ്ഷൻ ഈ ആദ്യത്തെ ഗ്രാഫിൽ എക്സ് ഇസ് ഈക്വൽ ടു 2 നമ്മളിപ്പോ പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 2 കാര്യം മാത്രമാണ്, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. എക്സ് ഇസ് ഈക്വൽ ടു 2 ഇത് കണ്ടിന്യൂസ് അല്ല, ഇത് കണ്ടിന്യൂസ് ആണ്. അപ്പൊ എന്താണ് അതിന്റെ മീനിങ്? ഇത് കണ്ടിന്യൂസ് അല്ലാതാവാനുള്ള കാരണം ഇവിടെ ഒരു ബ്രേക്ക് വന്നു. ഇത് കണ്ടിന്യൂസ് ആയതിന്റെ കാരണം ഇവിടെ ആ ബ്രേക്ക് ഇല്ല. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുമ്പോൾ ഒരു ഗിവൺ ഫംഗ്ഷൻ തരുന്നു, ഇത് എക്സ് ഇസ് ഈക്വൽ ടു 2 കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചാൽ ഗ്രാഫ് വരച്ച് നോക്കിയാൽ അവിടെ ഒരു ബ്രേക്ക് ഉണ്ടോ ഇല്ലയോ, ഇതാണ് സിംപ്ലി പറഞ്ഞാൽ ക്വസ്റ്റ്യൻ. ഇനി അതിനെ നമുക്ക് എങ്ങനെ തിയററ്റിക്കൽ ആയിട്ട് അപ്രോച്ച് ചെയ്യാം, അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫാക്ടർ. നിങ്ങൾ ഈ ഒരു ലൈൻ ഒന്ന് നോക്കുക. ഈ നമ്പർ ലൈനിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ്. എപ്പോഴാണ് ഈ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടതിന്റെ ആവശ്യം വരുന്നത്, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നാണ് പറയാം. റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതിനെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നാണ് പറയാം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കണം, ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ദൂരെയുള്ള പോയിന്റിൽ നിന്നല്ല, പകരം ഈ എക്സ് ഇസ് ഈക്വൽ ടു 2 തൊട്ട് പുറകിലുള്ള പോയിന്റിൽ നിന്ന് തന്നെയാണ് ഇത് അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കാം, ഇതാണ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നുള്ള പോയിന്റ്. ഇനി ഈ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നുള്ള പോയിന്റിൽ തന്നെ അതിന്റെ പുറകില് ഫംഗ്ഷൻ ഒരു വാല്യൂ ആണ്. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 2 കഴിഞ്ഞ്, അതായത് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 2 ഫംഗ്ഷന് വേറൊരു വാല്യൂ ആണ്. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്കൊരു സംശയം തോന്നാം, ഇത് കണ്ടിന്യൂസ് ആണോ അല്ലയോ. ഫംഗ്ഷൻ ഒരേ വാല്യൂ തന്നെയാണെങ്കിൽ ആ പ്രശ്നമില്ല, രണ്ട് വാല്യൂ ആകുമ്പോൾ പ്രശ്നം വരും. സേ ഫോർ എക്സാമ്പിൾ എക്സ് ലെസ് ദാൻ 2 ഫംഗ്ഷന്റെ വാല്യൂ എക്സ് ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ 2 ഫംഗ്ഷന്റെ വാല്യൂ മൈനസ് എക്സ് ആണ്. ഇങ്ങനെ വരുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 ഒരു ബ്രേക്ക് വരുമോ ഇല്ലയോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് തോന്നും. അത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻ ടേംസ് ഓഫ് കണ്ടിന്യൂറ്റി, അതിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 2 ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ വാല്യൂസ് ഇതാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 2 മൈനസ് എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഈ ക്വസ്റ്റിനെ നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ എക്സിന്റെ വാല്യൂ 2 ചെറുതായിരിക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എക്സ് ആണ്, എക്സിന്റെ വാല്യൂ 2 കൂടുതലായിരിക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ മൈനസ് എക്സ് ആണ്. അതുപോലെ ഇവിടെ ഈക്വൽ ടു 2 ഉണ്ട്, അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ പറയാം, മൈനസ് എക്സ് ഇഫ് എക്സ് ഈക്വൽ ടു 2 മൈനസ് എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2. അതായത് ഗ്രേറ്റർ ദാൻ 2 എക്സ് ഇസ് ഈക്വൽ ടു 2 ഫംഗ്ഷൻ ഒരേ വാല്യൂ ആണ്, ആൻഡ് ദാറ്റ് വാല്യൂ ഇസ് മൈനസ് എക്സ്. ഇനി നമ്മൾ ഈ ക്വസ്റ്റിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നുള്ള പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ ഇതാണ്. ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ പോയിന്റിലെ വാല്യൂവും ഈക്വൽ ആയിരിക്കണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ പോയിന്റിലെ വാല്യൂവും ഈക്വൽ ആയിട്ട് വന്നാൽ നമുക്ക് പറയാം ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. അതുപോലെ ആ പോയിന്റിലെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആണ്. ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ് ചെക്ക് ചെയ്ത് നോക്കുന്നു. എന്നിട്ട് ഈ മൂന്ന് വാല്യൂസും സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. നമുക്ക് ഒരേപോലെ അല്ല വാല്യൂസ് കിട്ടുന്നെങ്കിൽ പറയാം ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് തന്നെ നമുക്ക് ഈ എക്സാമ്പിൾ ചെയ്യാം.
ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എന്ന് പറയുന്നത് നമ്മുടെ ഗിവൺ പോയിന്റ് ആണ്. ദ ഗിവൺ പോയിന്റ് ഹിയർ ഇസ് 2. സോ 2 മൈനസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് ലെസ് ദാൻ 2 ആകുന്നതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. അവിടെ നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എക്സ് എന്ന് വരും. 2 മൈനസ് എന്നുള്ള മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് എന്നുള്ളതാണ്. അല്ലാണ്ട് അവിടെ -2 കൊടുക്കാനല്ല, പകരം ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന ലിമിറ്റ് ആണെന്ന് മനസ്സിലാക്കാനാണ് അവിടെ മൈനസ് കൊടുത്തിരിക്കുന്നത്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് നിങ്ങൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദ ആൻസർ ഈസ് 2. മാറ്റമൊന്നുമില്ല, എക്സ് ഇസ് ഈക്വൽ ടു 2. സോ 2 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യാൻ പോവാണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ആണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ചെക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന ഗിവൺ പോയിന്റ് അഗെയിൻ ഇറ്റ് ഇസ് 2 പ്ലസ് പ്ലസ് മീൻ ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് എന്നുള്ളതാണ് പ്ലസ് മീൻ ചെയ്യുന്നത്. സോ 2 പ്ലസ്. ഇനി ഗ്രേറ്റർ ദാൻ 2 വരുമ്പോൾ അവിടെ ഫംഗ്ഷന്റെ വാല്യൂ മൈനസ് എക്സ് ആണ്. സോ മൈനസ് എക്സ്. ഇനി എക്സിന് നിങ്ങൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അന്നേരം നിങ്ങൾക്ക് -2 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഈ ആൻസേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം നമുക്ക് കിട്ടിയത് 2 ആണ്. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് -2 ആണ്. ഇനി പോയിന്റിലെ വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ചെയ്തേക്കാം. എഫ് ഓഫ് എ അല്ലെങ്കിൽ എഫ് ഓഫ് 2. എഫ് ഓഫ് 2 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് -x എന്നുള്ള ഫംഗ്ഷൻ ആണ്. ബിക്കോസ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഫംഗ്ഷന്റെ വാല്യൂ -x ആണ്. സോ ദ ആൻസർ ഇസ് അഗെയിൻ -2. ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് കിട്ടിയത് 2 ആണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് കിട്ടിയത് -2 ആണ്. ഇത് മാച്ചിങ് അല്ല എന്ന് പറഞ്ഞാൽ ഒരെണ്ണം 2ഉം ഒരെണ്ണം -2 ആണ്. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എക്സ് ഇസ് ഈക്വൽ ടു 2 the given function is not continuous. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ x is equal to 2 കണ്ടിന്യൂസ് അല്ല. അല്ലെങ്കിൽ ഒരു ഗ്രാഫ് വരച്ച് നോക്കിയാൽ അവിടെ ഡെഫിനറ്റ്ലി ഒരു ബ്രേക്ക് ഉണ്ടാവും. ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് കണ്ടിന്യൂറ്റിയുടെ മീനിങ്. ഇനി നമുക്ക് കണ്ടിന്യൂറ്റിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവും. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണിത്. Prove that f of x is equal to 5x minus 3 is continuous at x is equal to -3. x is equal to -3 എന്നുള്ള പോയിന്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗിവൺ ഫംഗ്ഷൻ f of x is equal to 5x minus 3 അത് കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ പ്രൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, അതുപോലെ വാല്യൂ അറ്റ് ദ ഗിവൺ പോയിന്റ്, ഈ 3 കാര്യങ്ങളും ഈക്വൽ ആണ് എന്ന് നമ്മൾ കാണിക്കണം. സോ നമുക്ക് ആദ്യത്തെ ഇനീഷ്യൽ ഫ്യൂ ക്വസ്റ്റ്യൻസിൽ ആ നമ്പർ ലൈൻ പ്ലോട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പറയാം. ഇവിടെ നമ്പർ ലൈനില് എക്സ് ഇസ് ഈക്വൽ ടു -3 എന്നുള്ള പോയിന്റ് ഇതാണ്. ഇവിടെ ഫംഗ്ഷന് ഒരൊറ്റ വാല്യൂ ഉള്ളൂ, 5x - 3 എന്നുള്ള വാല്യൂ. അതായത് ഈ എക്സ് ഇസ് ഈക്വൽ ടു -3യുടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയാലും റൈറ്റ് സൈഡിലേക്ക് പോയാലും ഇനി ആ ഗിവൺ പോയിന്റിലും എല്ലാം ഒരൊറ്റ വാല്യൂ ഉള്ളൂ, 5x - 3. ഇങ്ങനെയുള്ള കേസുകളിൽ ആ ഒരു പോയിന്റിൽ എന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി നമുക്കൊന്ന് വെരിഫൈ ചെയ്തുകൂടെ നോക്കാം. സോ നമ്മുടെ തിയറി അനുസരിച്ച് ഇഫ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -3, നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഇഫ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -3, then എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്, ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്, ഇതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ഈക്വൽ ടു എഫ് ഓഫ് എ, ഇതാണ് പോയിന്റിലെ വാല്യൂ. സോ ഈ 3 കാര്യങ്ങളും ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 5x - 3 ആണ്, എ എന്ന് പറയുന്നത് -3 ആണ്. നമുക്ക് ചെക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന പോയിന്റ് ആണ് എ, ഫംഗ്ഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. സോ നമുക്ക് അതിനെ ഇങ്ങനെ പറയാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സിന് പകരം 5x - 3. നമുക്കിവിടെ എക്സിന് -3 എന്നുള്ള വാല്യൂ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 5 into -3 -3 എന്ന് വരും. സോ -15 -3 ആൻസർ ഈസ് -18. ക്രോസ് ചെക്ക് ചെയ്യാം. 5 into -3 -3, so -15 -3 equal to -18.
സോ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടിയത് -18 എന്നാണ്. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 പ്ലസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അഗെയിൻ 5x - 3. നമ്മൾ അഗെയിൻ എക്സിന് -3 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ്. 5 into -3 - 3. അഗെയിൻ ദി ആൻസർ ഈസ് -18. ഇനി നമ്മൾ ആ പോയിന്റിലെ കറക്റ്റ് വാല്യൂ എടുക്കാൻ പോവാണ്. അതായത് എഫ് ഓഫ് -3. എഫ് ഓഫ് -3 എടുക്കാനും നമുക്ക് സെയിം ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. എഫ് ഓഫ് എക്സ് 5x - 3 ആണെങ്കിൽ എഫ് ഓഫ് -3 എന്ന് പറയുന്നത് 5 into -3 - 3 ആണ്. ഇതും 18 ആണ്. അപ്പൊ നോക്കുക, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ പോയിന്റിലെ വാല്യൂ ഈക്വൽ ആയിട്ടാണ് കിട്ടിയത്. സോ നമുക്ക് പറയാം ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -3. അങ്ങനെ നമുക്ക് ആ പ്രൂഫ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു രണ്ട് വാല്യൂസ് ഉണ്ട്. ഒന്ന് x³ + 3 if x not equal to 0 and f of x is equal to 1 if x is equal to 0. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് x is equal to 0. x is equal to 0 എന്നുള്ള പോയിന്റിൽ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്പർ ലൈൻ വരയ്ക്കാം. നമ്പർ ലൈനിലെ നമുക്ക് മാർക്ക് ചെയ്യേണ്ട പോയിന്റ് 0 ആണ്. സോ x is equal to 0 നമുക്കറിയാം 0 എന്നുള്ള എക്സാക്ട് പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലേക്കും വരാം ലെഫ്റ്റ് സൈഡിലേക്കും വരാം. ഏത് സൈഡിലാണെങ്കിലും ഫംഗ്ഷന്റെ വാല്യൂ x³ + 3 ആണ്. അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഫംഗ്ഷന്റെ ഈ വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് പറയാം. നമുക്കറിയാം if the function is continuous then നമുക്കറിയാം limit x tends to a minus f of x left hand limit equal to limit x tends to a plus f of x is the right hand limit, then f of a, the value of function at the given point. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യാൻ പോവാണ്. ലിമിറ്റ് x tends to a minus f of x അല്ലെങ്കിൽ ലിമിറ്റ് x tends to 0 minus ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ x³ + 3 ആണ്. x³ + 3 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് x tends to 0 മൈനസ് ഈ എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. 0³ + 3 എന്ന് വരും. സോ ദ ആൻസർ ഈസ് 3. 0യുടെ ക്യൂബ് 0 തന്നെ, ദെൻ +3 എന്ന് പറയുമ്പോൾ 3 ആൻസർ നമുക്ക് കിട്ടും. Then next നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. അഗെയിൻ ലിമിറ്റ് x tends to a plus f of x എന്ന് പറഞ്ഞാൽ ലിമിറ്റ് x tends to 0 plus f of x ന്റെ വാല്യൂ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും x³ + 3 ആണ്. സോ x³ 0³ + 3 എന്ന് വരും. സോ ദ ആൻസർ ഈസ് 3 അഗെയിൻ. ഇനി നമുക്ക് ഒരാളെയും കൂടി കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ദ വാല്യൂ ഓഫ് ഫംഗ്ഷൻ അറ്റ് ദ ഗിവൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് f of x. f of x എന്ന് പറയുന്നത് f of x അല്ല f of a. f of a എന്ന് പറയുന്നത് ഇവിടെ മീൻ ചെയ്യുന്നത് f of 0 ആണ്. എന്തുമായിക്കൊള്ളട്ടെ ദ ഗിവൺ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. f of 0 എന്ന് പറയുന്നത് 1 ആണ്. സോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റിനോട് ഈക്വൽ ആണ്. പക്ഷെ ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു f of a. സോ നമുക്ക് എന്ത് പറയാം, ഈ മൂന്ന് വാല്യൂസും ഒരുപോലെ ഈക്വൽ ആവുമ്പോഴേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവത്തുള്ളൂ. ഇവിടെ f of a യുടെ വാല്യൂ ഡിഫറെന്റ് ആണ്. സോ വി ക്യാൻ സേ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് x is equal to 0. നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. f of x is equal to മോഡുലസ് ഓഫ് x. അതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഫംഗ്ഷന്റെ ഡെഫിനിഷൻ തന്നിട്ടില്ല, പകരം മോഡുലസ് ഫംഗ്ഷൻ എന്നുള്ളത് മാത്രമേ തന്നിട്ടുള്ളൂ. Then we need to discuss the continuity of the given function at x is equal to 0. x is equal to 0 യുടെ കേസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷന്റെ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കണം. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ്. മോഡുലസ് ഫംഗ്ഷന്റെ ഡെഫിനേഷൻ ഇതാണ്. f of x is equal to mod x എന്ന് പറഞ്ഞാൽ -x if x less than 0, x if x greater than or equal to 0. ഇതാണ് മോഡുലസ് ഫംഗ്ഷന്റെ ഡെഫിനേഷൻ. സോ നമ്മൾ ഇതിനെ ഒരു നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ നമ്പർ ലൈൻ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ് x is equal to 0 എന്നുള്ള പോയിന്റ് ആണ്. അത് നമുക്ക് മാർക്ക് ചെയ്യാം. x is equal to 0. Then എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിലേക്ക് പോയി അവിടെ ഫംഗ്ഷന്റെ വാല്യൂ -x. Then
എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോയി അവിടെ വാല്യൂ എക്സ് ഈക്വൽ ടു 0യിലും എക്സ് ആണ് വാല്യൂ. ഇനി നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ ഇതിന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പോവാണ്. സോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇവിടെയും എഴുതണം. ഇഫ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ദെൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, അതുപോലെ എഫ് ഓഫ് എ ഇത് മൂന്നും ഈക്വൽ ആണ്. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആദ്യം ചെക്ക് ചെയ്യാൻ പോവാണ്. LHL ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൽ നിങ്ങൾക്ക് വാല്യൂ നോക്കാം മൈനസ് എക്സ്. മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് 0, ദ ആൻസർ ഈസ് 0. വ്യത്യാസമൊന്നുമില്ല. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യാൻ പോവാണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇസ് അഗെയിൻ എക്സ്. സോ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അഗെയിൻ ദ ആൻസർ ഈസ് 0. ഇനി നമുക്ക് മൂന്നാമത്തെ കേസ് ചെക്ക് ചെയ്യാം. അതായത് എഫ് ഓഫ് എ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 ഹിയർ. 0 വരുന്ന കേസിലും ഫംഗ്ഷന്റെ വാല്യൂ എക്സ് ആണ്. സോ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ഈസ് 0. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, എഫ് ഓഫ് എ ഇത് മൂന്നും ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് പറയാം? This function, the given function f of x is equal to modulus of x is continuous at x is equal to 0. x is equal to 0 എന്നുള്ള പോയിന്റിൽ അതിനൊരു ബ്രേക്ക് ഇല്ല. അവിടെ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. f of x is equal to x if x less than or equal to 1, 5 if x greater than 1. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് x is equal to 0, x is equal to 1, x is equal to 2. ഈ 3 പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നാണ്. അപ്പൊ നമുക്ക് അതിന്റെ നമ്പർ ലൈൻ ആദ്യം ഒന്ന് എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 1ന്റെ ഫ്രണ്ടിലും അതുപോലെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് മാർക്ക് ചെയ്യാം. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 1ൽ ഫംഗ്ഷന്റെ വാല്യൂ എക്സ് ആണ്, ലെസ് ദാൻ 1ലും ഫംഗ്ഷന്റെ വാല്യൂ എക്സ് ആണ്, ഗ്രേറ്റർ ദാൻ 1ൽ എക്സിന്റെ ഫംഗ്ഷന്റെ വാല്യൂ 5 ആണ്. ഇത് മൂന്നുമാണ് നമ്മുടെ ഗിവൺ വാല്യൂസ്. ഇനി നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എക്സ് ഇസ് ഈക്വൽ ടു 0യുടെ കേസാണ്. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ കാര്യം പറഞ്ഞുതരാം. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് ഈ 1ന് മുന്നേ ഉള്ള പോയിന്റ് ആണ്. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കാം ആ പോയിന്റ് വരുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 0. ഈ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഈ മുഴുവൻ റീജിയനിൽ ഫംഗ്ഷന്റെ വാല്യൂ എക്സ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എക്സ് ഇസ് ഈക്വൽ ടു 0യുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ആ പോയിന്റിലും ഒക്കെ ഫംഗ്ഷന്റെ വാല്യൂ എക്സ് തന്നെയാണ്. ഇനി നേരെ തിരിച്ച് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 2ന്റെ കേസ് ഒന്ന് എടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 2ന്റെ കേസ് എടുക്കുമ്പോൾ ഇവിടെയും എക്സ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഫംഗ്ഷന്റെ വാല്യൂ 5 ആണ്. സോ 2ന്റെ റൈറ്റ് സൈഡിലും 2ന്റെ ലെഫ്റ്റ് സൈഡിലും 2ലും ഒക്കെ ഫംഗ്ഷന്റെ വാല്യൂ 5 തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല. ആകെ ഇവിടെ ചേഞ്ച് വരുന്നത് 1ന്റെ കേസിൽ മാത്രമാണ്. അതായത് 1ന്റെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷന്റെ വാല്യൂ എക്സ് ആണ്, റൈറ്റ് സൈഡിൽ ഫംഗ്ഷന്റെ വാല്യൂ 5 ആണ്. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റിലും ഫംഗ്ഷന്റെ വാല്യൂ എക്സ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഓരോ പോയിന്റ് ആയിട്ട് എടുത്താണ് ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ പോയിന്റ് എടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിന്റെ കാര്യമാണ് നമ്മൾ എടുക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 0യുടെ കേസിൽ LHL അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് വരേണ്ടത് എക്സ് ആണ്. സോ ദ ആൻസർ ഈസ് 0. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ ചെക്ക് ചെയ്യാന്ന് വിചാരിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. അവിടെയും 0യുടെ ലെഫ്റ്റിലും റൈറ്റിലും ഫംഗ്ഷന് മാറ്റം വരുന്നില്ല. ബിക്കോസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 1ന്റെ കേസ് മാത്രമാണ്. സോ 0 പ്ലസ് അവിടെയും ഫംഗ്ഷന്റെ വാല്യൂ എക്സ് ആണ്. സോ അഗെയിൻ ദ ആൻസർ ഈസ് 0. ഇനി എഫ് ഓഫ് 0 എന്ന് പറയുന്നിടത്തും ഫംഗ്ഷന്റെ വാല്യൂ എക്സ്, എക്സിന്റെ അവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ഈസ് 0. സോ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 3 പോയിന്റിലും ഫംഗ്ഷന് സെയിം വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. 3 പോയിന്റ് അല്ല, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിനും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ പോയിന്റിലും ഫംഗ്ഷന് ഒരേ വാല്യൂ ആണ് കിട്ടുന്നത്. സോ നമുക്ക് പറയാം എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റ്. എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് ആദ്യം നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 1ന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റില് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ്, നമ്മൾ ചെക്ക് ചെയ്യുന്ന പോയിന്റ് 1 ആണ്. സോ 1 മൈനസ്
ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റില് ഇവിടെ നിന്നാണ് നമ്മൾ നോക്കേണ്ടത് 1ന്റെ പുറകില് വാല്യൂ എക്സ് ആണ്. സോ 1 മൈനസ് എക്സ് എന്ന് വരും. അവിടുത്തെ വാല്യൂ എക്സിന് 1 കൊടുക്കുക. ദ ആൻസർ ഈസ് 1. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് അവിടെ വന്നിരിക്കുന്നത് 5 ആണ്. സോ 5 എന്ന് വരും. സോ ദ ആൻസർ ഈസ് 5. ഇനി എഫ് ഓഫ് 1 കൂടി നമുക്ക് എടുക്കണം. 1 ആകുമ്പോഴും എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ എക്സ് തന്നെയാണ്. സോ അഗൈൻ ദ ആൻസർ ഈസ് 1. ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ദെൻ ആദ്യത്തെ ആൻസർ 1, ദെൻ അഗൈൻ 5. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല. സോ നമുക്ക് എന്ത് പറയാം? ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇനി നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 2ന്റെ കേസും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 2ല് LHL അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. ഞാൻ പറഞ്ഞു 1 കഴിഞ്ഞ് അങ്ങോട്ട് ഏത് പോയിന്റിലും ഫംഗ്ഷന്റെ വാല്യൂ 5 ആണ്. സോ 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നിടത്ത് നമുക്ക് 5 എന്ന് റീപ്ലേസ് ചെയ്യാം. സോ ദ ആൻസർ ഈസ് 5. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. അതും 5 തന്നെയാണ്. ബിക്കോസ് 1 കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ 5 തന്നെയാണ്. ഇനി എഫ് ഓഫ് 2 എന്ന് പറയുന്നതും 5 ആണ്. സോ ഈ 3 കാര്യങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഫ് ഓഫ് 2 ഈ 3 ചെക്ക് ചെയ്താലും സെയിം ആൻസർ 5 ആണ് നമുക്ക് കിട്ടുന്നത്. സോ എക്സ് ഇസ് ഈക്വൽ ടു 2ല് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇവിടെ കണ്ടിന്യൂസ് അല്ല, ഇവിടെ കണ്ടിന്യൂസ് ആണ്. ആദ്യത്തെ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. സോ ഇങ്ങനെ ഒരു ട്രിക്കി ക്വസ്റ്റ്യനും ഇവിടെ നിന്ന് ചോദിക്കാൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് ഓഫ് എക്സിന് 2 വാല്യൂസ് 2x പ്ലസ് 3 ആൻഡ് 2x മൈനസ് 3. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ല് വാല്യൂ 2x പ്ലസ് 3 ആണ്. അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ 2ല് വാല്യൂ 2x മൈനസ് 3 ആണ്. ദെൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ്. ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി വരാൻ സാധ്യതയുള്ള ഒരേ ഒരു പോയിന്റ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പോയിന്റ് മാത്രമാണ്. മറ്റൊരു പോയിന്റിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരൊറ്റ പോയിന്റിൽ മാത്രം ചെക്ക് ചെയ്താൽ മതി. സോ എക്സ് ഇസ് ഈക്വൽ ടു 2ന്റെ കേസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പർ ലൈൻ വരയ്ക്കാം കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ. സോ ഇതാണ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നുള്ള പോയിന്റ്. ഇതിന്റെ റൈറ്റ് സൈഡിൽ എക്സ് ഗ്രേറ്റർ ദാൻ 2 ആവുമ്പോൾ വാല്യൂ 2x മൈനസ് 3 ആണ്. ലെസ് ദാൻ 2 ആവുമ്പോൾ വാല്യൂ 2x പ്ലസ് 3 ആണ്. ദെൻ ഈക്വൽ ടു 2 ആവുമ്പോഴും 2x പ്ലസ് 3 തന്നെയാണ് വാല്യൂ. ഈ 3 വാല്യൂസ് വെച്ച് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും പോയിന്റിലെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇവിടെ ചെക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന പോയിന്റ് 2 ആണ്. സോ 2 മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് 2x പ്ലസ് 3 ആണ്. സോ അവിടെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 into 2 പ്ലസ് 3, സോ 4 പ്ലസ് 3 7 എന്നാണ് ആൻസർ വരിക. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് 2x മൈനസ് 3 വരും. അവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 2 into 2 മൈനസ് 3 4 മൈനസ് 3 1 എന്നാണ് ആൻസർ വരിക. അപ്പൊ ഇവിടെ നമുക്ക് പറയാം LHL നോട്ട് ഈക്വൽ ടു RHL. രണ്ടും ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ എക്സ് ഇസ് ഈക്വൽ ടു 2 ഈസ് എ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. നമുക്ക് ചെക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന ഒരേ ഒരു പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നുള്ള പോയിന്റ് ആണ്. ആ പോയിന്റിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എടുത്ത് നോക്കിയപ്പോൾ അവിടെ ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് ഓഫ് എക്സിന് 3 വാല്യൂസ് ഉണ്ട്. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 3 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 3, മൈനസ് 2x ഇഫ് മൈനസ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3, 6x പ്ലസ് 2 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഇവിടെ നമ്പർ ലൈൻ വരയ്ക്കുന്നത് തന്നെയാണ് ബെറ്റർ. ബിക്കോസ് കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് ആദ്യം നമ്പർ ലൈൻ വരയ്ക്കാം. ഈ നമ്പർ ലൈനിൽ ഏതൊക്കെ പോയിന്റ്സ് മാർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ നോക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് കാണിച്ചിരിക്കുന്നത് 2 വാല്യൂസ് ആണ്. ഒന്ന് മൈനസ് 3, അടുത്തത് പ്ലസ് 3. ഈ 2 വാല്യൂസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. മൈനസ് 3യോ മൈനസ് 3യേക്കാൾ പുറകിലോ ആണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 3 ഇതാണ് ഫംഗ്ഷന്റെ വാല്യൂ. മൈനസ് 3യിലും വരാം, അതിന്റെ പുറകിലേക്കും രണ്ടിടത്തും മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 3 ആണ് വാല്യൂ. ഇനി
x greater than or equal to 3 ആവുമ്പോൾ 3യോ 3യുടെ മുകളിലോ ആവുമ്പോൾ the value is 6x plus 2. 3ലാവുമ്പോഴും സെയിം വാല്യൂ ആണ് 6x plus 2. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ x is equal to -3ക്കും x is equal to 3യുടെയും ഇടയിൽ നിൽക്കുമ്പോൾ ഈ രണ്ട് പോയിന്റിന്റെ ഇടയ്ക്കാണെങ്കിൽ the value is -2x. 3 വാല്യൂസ് ആണ് ഇവിടെ ഫംഗ്ഷൻ ഉള്ളത്. അപ്പൊ നമ്മൾ രണ്ട് പോയിന്റിൽ ഇതിന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. ആദ്യത്തെ പോയിന്റ് x is equal to -3, രണ്ടാമത്തെ പോയിന്റ് x is equal to 3. ഈ രണ്ട് പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ എടുക്കുന്ന പോയിന്റ് x is equal to -3 ആണ്. ഇനി ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് x tends to -3 മൈനസ് f of x എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് x plus 3 ആണ്. അവിടെ നമുക്ക് വരുന്നത് -3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മോഡുലസ് 3 ആവും. 3 plus 3 6 എന്ന ആൻസർ കിട്ടും. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് x tends to -3 പ്ലസ് -3യുടെ റൈറ്റ് സൈഡിൽ വാല്യൂ -2x ആണ്. സോ അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് എക്സിന് -3 കൊടുത്താൽ -2 into -3 എന്ന് വരും. അഗെയിൻ ദ ആൻസർ is 6. ഇനി f of -3 എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലെ വാല്യൂ. f of -3 എന്ന് പറയുന്നതും അവിടെ നമ്മൾ mod x plus 3 ആണ് എടുക്കേണ്ടത്. ബിക്കോസ് x less than or equal to എന്നാണ് സ്റ്റേറ്റ്മെന്റ്. mod x plus 3 ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ 6 ആണ്. സോ x is equal to -3 എന്ന് പറയുന്നത് it is a point of continuity. Why? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും f of -3 നമുക്ക് ഒരേ വാല്യൂ ആണ് കിട്ടിയത്. വാല്യൂ 6 ആണ്. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരികയാണ്. x is equal to 3. x is equal to 3യില് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ ഇതാണ് ഈ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് x tends to 3 മൈനസ് f of x. f of x എന്ന് പറയുന്നത് 3യേക്കാൾ ചെറുതായിരിക്കുമ്പോൾ the value is -2x. -2x എന്ന് പറയുമ്പോൾ -2 into 3 -6 ആണ് ആൻസർ. The answer is -6. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 3യുടെ വലതുവശത്തുള്ള വാല്യൂ. 3യുടെ വലതുവശത്തുള്ള വാല്യൂ ലിമിറ്റ് x tends to 3 പ്ലസ് f of x എന്ന് പറയുന്നത് 6x plus 2 ആണ്. 6x plus 2 എന്ന് പറയുമ്പോൾ 6 3 18 2 20 ആണ് വരുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? x is equal to 3 is a point of discontinuity. -3യില് കണ്ടിന്യൂസ് ആണ്, പക്ഷെ +3യില് ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാവുന്ന പോയിന്റ്സ് മാക്സിമം പോയിന്റ്സ് -3ഉം 3ഉം ആണ്. അതിൽ 3യില് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. ഇവിടെയും ഡിസ്കസ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് തന്നെയാണ് പ്രോബ്ലം. ഇവിടെ നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 1 മാത്രമാണ്. അപ്പൊ അവിടെ 1ല് ഇത് ഡിസ്കണ്ടിന്യൂസ് ആണോ കണ്ടിന്യൂസ് ആണോ ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് ആദ്യം എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് x tends to 1 മൈനസ് f of x. എക്സിന്റെ വാല്യൂ 1നേക്കാൾ ചെറുതായിരിക്കുമ്പോൾ the value is x raised to 10 minus 1. So 1 raised to 10 minus 1 എന്നാണ് ആൻസർ വരിക. 1 raised to 10 minus 1 എന്ന് പറയുന്നത് 1 minus 1 തന്നെ ആൻസർ is 0. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് x tends to 1 plus f of x ആണ്. f of x ന്റെ സ്ഥാനത്ത് നമുക്ക് വരേണ്ടത് x സ്ക്വയർ ആണ്. ബിക്കോസ് എക്സിന്റെ വാല്യൂ 1നേക്കാൾ വലുതാണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ x സ്ക്വയർ ആണ്. സോ 1ന്റെ സ്ക്വയർ 1 ആണ് ആൻസർ. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല. സോ x is equal to 1 is a point of discontinuity. പ്രത്യേകം ഓർത്തിരിക്കണം, ഡിസ്കണ്ടിന്യൂറ്റിയുടെ പോയിന്റ് ആണ് x is equal to 1. ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ ഒരു സ്മൂത്ത് കർവ് അല്ല, പകരം അവിടെ ഒരു ബ്രേക്ക് ഉണ്ട്. ഡിസ്കസ് കണ്ടിന്യൂറ്റി ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ, അതാണ് ചോദ്യം. f of x ന് 3 വാല്യൂസ് ഉണ്ട്, 3 4 5 10. 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ വാല്യൂ 3 ആണ്, 1നും 3ക്കും ഇടയ്ക്കാണെങ്കിൽ വാല്യൂ 4 ആണ്, 3ക്കും 10നും ഇടയ്ക്കാണെങ്കിൽ വാല്യൂ 5 ആണ്. നമ്മളൊരു നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് കുറഞ്ഞിരിക്കും. നമുക്കിവിടെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ഒന്ന് 0, അടുത്തത് 1, then 3, അടുത്തത് 10. 0 1 3 10. ഈ 4 പോയിന്റ്സ് ആണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് വാല്യൂസ് നോക്കാം. 0ക്കും 1നും ഇടയ്ക്ക് വാല്യൂ 3 ആണ്, 1നും 3ക്കും ഇടയ്ക്ക് വാല്യൂ 4 ആണ്, 3ക്കും 10നും ഇടയ്ക്ക് വാല്യൂ 5 ആണ്.
ഇനി നമുക്ക് ഏതൊക്കെ പോയിന്റിന്റെ കേസ് ചെക്ക് ചെയ്യാം? നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് പോയിന്റ്സ് 1 ഉം 3 ഉം ആണ്. 0യും 10ഉം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം 0യുടെ ലെഫ്റ്റ് സൈഡിലെയും വാല്യൂ നമുക്കറിയില്ല, 10ന്റെ റൈറ്റ് സൈഡിലെയും വാല്യൂ നമുക്കറിയില്ല. സോ നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത് x is equal to 1 ഉം x is equal to 3 ഉം മാത്രമാണ്. x is equal to 1ന്റെ കേസ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. x is equal to 1ന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് x tends to 1 minus f of x ആണ്. അവിടെ f of x എന്ന് പറയുന്നത് 1ന്റെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷന്റെ വാല്യൂ 3 ആണ്. സോ ദ ആൻസർ ഈസ് 3. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് x tends to 1 plus f of x ആണ്. അവിടെ f of x ന്റെ വാല്യൂ 4 ആണ്. സോ ദ ആൻസർ ഈസ് 4 itself. So ഒരെണ്ണം 3, ഒരെണ്ണം 4 കണ്ടിന്യൂസ് അല്ല. സോ x is equal to 1 is a point of discontinuity. Then അടുത്ത പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് x is equal to 3 ആണ്. Again ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് x tends to 3 minus f of x. ഇവിടെ f of x എന്ന് പറയുന്നത് 3യുടെ ലെഫ്റ്റ് സൈഡിൽ വാല്യൂ 4 ആണ്. സോ ദ ആൻസർ ഈസ് 4. Then അടുത്ത നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യുന്നു. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് x tends to 3 plus f of x. അവിടെ f of x ന്റെ വാല്യൂ 5 ആണ്. സോ ദ ആൻസർ ഈസ് 5. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരെണ്ണം 4 ആണ്, ഒരെണ്ണം 5 ആണ്. സോ ദിസ് ഇസ് ഓൾസോ x is equal to 3 is also a point of discontinuity. So x is equal to 1 ഉം x is equal to 3 ഉം points of discontinuity ആണെന്ന് ഓർത്തിരിക്കുക. ഡിസ്കസ് കണ്ടിന്യൂറ്റി, അതിനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ 3 വാല്യൂസ് ഉണ്ട്, -2, 2x, 2. നമുക്ക് നമ്പർ ലൈനിലേക്ക് റെപ്രസെന്റ് ചെയ്യാം. നമ്പർ ലൈനിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് 3 പോയിന്റ്സ് ആണ്. ഒന്നാമത്തെ പോയിന്റ് -1, സോറി 2 പോയിന്റ് ആണ്. ആദ്യത്തെ പോയിന്റ് -1, രണ്ടാമത്തെ പോയിന്റ് 1. ഓക്കെ, -1ന്റെ പുറകിൽ വാല്യൂ -2 ആണ്. -1ന്റെ മുന്നിൽ വാല്യൂ 2x ആണ്. 1ന്റെ പുറകിലും വാല്യൂ 2x ആണ്. 1ന്റെ മുന്നിൽ വാല്യൂ 2 ആണ്. ഇനി നമ്മൾ ഇതിന്റെ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന 2 പോയിന്റ്സിലാണ്, ഒന്ന് -1ലും ഒന്ന് 1ലും. സോ x is equal to -1ന്റെ കാര്യം നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് x tends to -1 minus f of x എന്ന് പറയുന്നത് -2 ആണ്. സോ ദ ആൻസർ ഈസ് -2. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് x tends to 1 plus f of x എന്ന് പറയുന്നത് 2x ആണ്. സോ അഗെയിൻ 2 into -1 plus ആണ്. -1 plus 2x. So -2 into -1 എന്ന് വരും. ആൻസർ ഈസ് -2. Then നിങ്ങൾക്ക് f of -1 ചെക്ക് ചെയ്യാം. f of -1 ചെക്ക് ചെയ്യുമ്പോഴും f of -1 എടുക്കുമ്പോൾ -2 തന്നെയാണ് വാല്യൂ, ചേഞ്ച് ഒന്നുമില്ല. സോ ഈ 3 പോയിന്റിലും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും f of a ഒക്കെ ഈക്വൽ ആണ്. സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x is equal to -1. x is equal to -1ന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല, അവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി നമ്മൾ x is equal to 1ന്റെ കേസ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. x is equal to 1. x is equal to 1ന്റെ കേസിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് അഗെയിൻ ലിമിറ്റ് x tends to 1 minus f of x ആണ്. 1ന്റെ ലെഫ്റ്റ് സൈഡിലെ ഫംഗ്ഷന്റെ വാല്യൂ 2x ആണ്. സോ f of x ന് പകരം നമുക്ക് 2x കൊടുക്കാം. സോ 2 into 1, ആൻസർ 2 തന്നെയാണ്. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് x tends to 1 plus f of x എന്ന് പറയുന്നത് 2 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 itself. Then ആ പോയിന്റിലെ വാല്യൂ അല്ലെങ്കിൽ f of 1 ആണ് നമുക്ക് വേണ്ടത്. പോയിന്റിലെ വാല്യൂ എടുക്കാൻ വേണ്ടി നമ്മൾ അഗെയിൻ 2x തന്നെയാണ് നോക്കേണ്ടത്. ബിക്കോസ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ൽ 2x ആണ് വാല്യൂ. സോ 2 into 1, the answer is 2. ഇവിടെയും എല്ലായിടത്തും നമുക്ക് 2 തന്നെയാണ് ആൻസർ കിട്ടുന്നത്. സോ ഇറ്റ്സ് എ പോയിന്റ് ഓഫ് കണ്ടിന്യൂറ്റി, അല്ലെങ്കിൽ x is equal to 2ൽ the function is continuous. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ a and b where f of x is equal to ax plus 1 if x less than or equal to 3, bx plus 3 if x greater than 3, and it is continuous at x is equal to 3. x is equal to 3 എന്നുള്ള പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ we need to establish a relationship between a and b. അതിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. So if the function is continuous at x is equal to 3, x is equal to 3 ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ then the left hand limit and right hand limit are equal. അതായത്
limit x tends to 3 minus f of x limit x tends to 3 plus f of x equal ആയിരിക്കും because the function is continuous at x is equal to 3. ഇനി limit x tends to 3 minus f of x എന്ന് പറയുമ്പോൾ limit x tends to 3 minus അവിടെ എടുക്കേണ്ടത് ax plus 1 എന്നുള്ള ഫംഗ്ഷൻ ആണ്. This is equal to limit x tends to 3 plus f of x. 3 കഴിഞ്ഞാൽ പിന്നെ ഫംഗ്ഷന്റെ വാല്യൂ bx plus 3 ആണ്. സോ ഇവിടെ നമ്മൾ x ന് 3 എന്നുള്ള വാല്യൂ കൊടുത്താൽ 3a plus 1 equal to ഇവിടെ x ന് 3 എന്നുള്ള വാല്യൂ കൊടുത്താൽ 3b plus 3. 3a plus 1 ഉം 3b plus 3. So 3a is equal to 3b plus 3 minus 1 2 എന്ന് വരും. അല്ലെങ്കിൽ 3a minus 3b equal to 2. വേണമെങ്കിൽ a minus b is equal to 2 by 3 എന്ന് നമുക്ക് എഴുതാം. a minus b is equal to 2 by 3. So this is the relationship between a and b. a minus b എന്ന് പറയുന്നത് എപ്പോഴും 2 by 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള പ്രോബ്ലം ആണ്. f of x ന് 3 വാല്യൂസ് ഉണ്ട്. ഇനി ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ 2ലും 10ലും ഒക്കെ നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അങ്ങനെയാണെങ്കിൽ a and b കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ നമ്മൾ ആദ്യം എടുക്കുന്നു at x is equal to 2 this function is continuous. ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് തന്നിരിക്കുന്നത് because the function is continuous. അങ്ങനെയാണെങ്കിൽ limit x tends to 2 minus f of x ഉം limit x tends to 2 plus f of x ഉം ഈക്വൽ ആണ്. 2 minus f of x എന്ന് പറയുമ്പോൾ അവിടുത്തെ വാല്യൂ 5 ആണ്. ഈക്വൽ ടു 2 plus എന്ന് പറയുമ്പോൾ അവിടുത്തെ വാല്യൂ ax plus b ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 5 is equal to x ന് a കൊടുത്താൽ 2a plus b. സോ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്താണ് ഇക്വേഷൻ? 2a plus b equal to 5. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. ഇനി നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഫോം ചെയ്യാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നു at x is equal to 10 this function is continuous. അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ limit x tends to 10 minus f of x ഉം limit x tends to 10 plus f of x ഉം ഈക്വൽ ആണ്. 10 minus f of x എന്ന് പറയുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എടുക്കേണ്ടത് ax plus b ആണ്. 10 plus എന്ന് പറയുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എടുക്കേണ്ടത് 21 ആണ്. സോ ax plus b അവിടെ നമ്മൾ x ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 10x plus b എന്ന് വരും. 10x plus b equal to 21. 10x plus b equal to 21. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. 10x അല്ല 10a plus x നാണ് നമ്മൾ 10 കൊടുക്കുക. സോ 10a plus b equal to 21. സോ രണ്ട് ഇക്വേഷൻ ആയി. 10a plus b equal to 21 ഉം 2a plus b equal to 5 ഉം. അവിടെ നിന്ന് ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാം. ഏത് മെത്തേഡ് വേണമെങ്കിലും എലിമിനേഷനോ സബ്സ്റ്റിറ്റ്യൂഷനോ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂസ് എടുക്കാൻ പോവാണ്. സോ 10a plus b is equal to 21. 2a plus b equal to 5. ഞാൻ ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യാണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് 8a is equal to 16 എന്ന് വരും. or a is equal to 16 by 8. ആൻസർ is 2. ഇനി ഞാൻ ആ എയുടെ വാല്യൂ 2a plus b യിൽ കൊടുക്കുകയാണ്. 2a plus b is equal to 5 or 2 into 2 plus b is equal to 5. 4 plus b is 5 or b is equal to 5 minus 4. b is equal to 1. So എയുടെ വാല്യൂ 2 ആണ്. ബിയുടെ വാല്യൂ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? f of x is equal to kx square if x less than or equal to 2, 3 if x greater than 2, and it is given that it's continuous at x is equal to 2. x is equal to 2 എന്നുള്ള പോയിന്റിൽ ഇത് കണ്ടിന്യൂസ് ആണ്. സോ വി നീഡ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് k. അവിടെ കണ്ടിന്യൂസ് ആണെങ്കിൽ at x is equal to 2 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് x tends to 2 minus f of x. This is equal to limit x tends to 2 plus f of x. 2 minus limit x tends to 2 minus f of x എന്ന് പറയുന്നിടത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ kx square ആണ്. and this is equal to limit x tends to 2 plus f of x വരിക 3 എന്നുള്ള ഫംഗ്ഷൻ ആണ്. സോ നമ്മളിവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 4k is equal to 3 എന്ന് വരും.
or k is equal to 3 by 4. k യുടെ വാല്യൂ എന്താണ്? k is equal to 3 by 4 എന്നാണ് നമുക്ക് ആൻസർ വരിക. സെയിം മോഡൽ ഉള്ള ഒരു പ്രോബ്ലം ആണ്. ഫംഗ്ഷൻ രണ്ട് വാല്യൂസ് kx plus 1 ഉം cos x ഉം. അത് പൈയിൽ കണ്ടിന്യൂസ് ആണ്. ലെഫ്റ്റ് സൈഡിൽ kx plus 1 ആണ് വാല്യൂ, റൈറ്റ് സൈഡിൽ cos x ആണ് വാല്യൂ. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അഗെയിൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് കെ എക്സ് പ്ലസ് 1 എന്നുള്ള വാല്യൂ ആണ്. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് പൈയുടെ റൈറ്റ് സൈഡിലാവുമ്പോൾ വാല്യൂ ഈസ് കോസ് എക്സ്. ഇനി നമ്മൾ എക്സിന് പൈ എന്നുള്ള വാല്യൂ കൊടുത്താൽ കെ പൈ പ്ലസ് 1 ഈക്വൽ ടു കോസ് പൈ എന്ന് വരും. സോ കെ പൈ പ്ലസ് 1 ഈക്വൽ ടു കോസ് പൈയുടെ വാല്യൂ -1 ആണ്. ദെൻ കെ പൈ എന്ന് പറയുമ്പോൾ -1 എന്ന് വരും. സോ കെ പൈ ഇസ് ഈക്വൽ ടു -2 പൈ, സോറി കെ ആണ് കിട്ടേണ്ടത്. കെ ഇസ് ഈക്വൽ ടു -2 ബൈ പൈ എന്ന് വരും. കെയുടെ വാല്യൂ -2 by pi ആണ്. If x is continuous at pi.